ഹലോ വ്യൂവേഴ്സ്, ലക്കി വ്ലോഗ്സ് ബൈ ധീരജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യൽ മിഷൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മിഷൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് നേരെ പറയാൻ പോകുന്നത് ബട്ടൺ ഹോളാണ്. ഇതാണ് ബട്ടൺ ഹോളിൻ്റെ ഫുട്ട്. ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ സെലക്ട് ചെയ്യാം. ഡിസൈൻ ഇത് കൊടുത്തിരിക്കുന്ന ഫോർമാറ്റിലല്ല ഞാൻ പറയുന്നത്, നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആവാനായിട്ടുള്ള രീതിക്കാണ് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ ഇപ്പോൾ കാണിച്ചു തന്ന ആ ഒരു 3 ടൈപ്പ് ഡിസൈന് നമ്മൾ കാറിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ മാറ്റി കൊടുക്കും. ആദ്യം 4ൽ ചെയ്യും. അപ്പോൾ ഫ്രണ്ട് വേർഡ് വരും, നമ്മളെ ഫേസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് 1 ഇട്ട് കൊടുക്കുക. 1 ഇടുമ്പോൾ ലോക്കാവും. അത് കഴിഞ്ഞ് 2 ഇട്ട് കൊടുക്കുക, ബാക്ക്വേർഡ് പോവും. അത് കഴിഞ്ഞ് 3 ഇട്ട് കൊടുക്കുക. 3 ഇടുമ്പോഴും ലോക്കാവും. ഇനി ഇതിന് ഉപയോഗിക്കുന്ന ലെന്ത് വന്നിട്ട് 1ൻ്റെയും 0ൻ്റെയും നടുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ 0.5. അതുകൂടാണ്ട് വിത്ത് നമുക്ക് 4ഓ 5ഓ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് പോകുന്നുണ്ടോ, 2 ഇട്ടപ്പോൾ ബാക്കിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ചെയ്ത് വന്ന പോയിൻ്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നമ്മളൊരു ബട്ടൺ ഏത് ബട്ടണാണോ യൂസ് ചെയ്യുന്നത് ആ ബട്ടൺ വെച്ച് കൊടുക്കുക. ക്ലോത്തിൽ വെച്ച് കൊടുത്ത ശേഷം മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് ബട്ടണിൽ ചേർത്ത് മാർക്ക് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. കാര്യം ആ ഒരു ബോർഡർ നമുക്ക് ഫില്ലായി വരുമ്പോൾ ബട്ടണിന് കയറാനുള്ള സ്പേസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ബോർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ബ്രഷ് നമ്മളെ കിറ്റിൽ കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് കട്ടറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ്. തയ്യൽ പിരിക്കാനൊക്കെ യൂസ്ഫുള്ളാണ്. ഇനി ബട്ടൺ ഹോള് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനി ഇളക്കി മാറ്റുന്ന ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇളകി വരും. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബട്ടൺ ഫിക്സിംഗ് ആണ്. ബ്ലൂ കളർ ഫുട്ടാണ് വരുന്നത് ബട്ടൺ ഫിക്സിംഗ്. ഇത് ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഫിക്സ് ആവും. ഇതാണ് നമ്മൾ ബട്ടൺ ഫിക്സിങ്ങിൻ്റെ ഫുട്ടായിട്ട് വരുന്നത്. അടിയിൽ റബ്ബർ കോട്ടിങ്ങാണ് വരുന്നത്. റബ്ബർ വന്നിരിക്കുന്നത് നമ്മളുടെ ബട്ടൺ മൂവായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു റബ്ബർ പുഷ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബട്ടൺ ഒരു പൊസിഷനുണ്ട്. നമുക്ക് പല തരത്തിലുള്ള ബട്ടണാണ് വരുന്നത്. ബട്ടൺ ഒരു പൊസിഷനുണ്ട്, പ്ലസ് ആയിട്ടാണ് ഞാൻ വെച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് സ്റ്റിച്ചാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡിസൈൻ വന്നിട്ട് 6 നമ്മൾ ഓർഡിനറിൻ്റെ അടുത്തുള്ള ഡിസൈനാണ് 6. സ്റ്റിച്ച് ലെന്ത് വന്നിട്ട് 0യിലാണ്. വിത്ത് നമ്മളുടെ ബട്ടൻ്റെ രീതി അനുസരിച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞു പല ടൈപ്പിലെ ബട്ടണാണ് ഉള്ളത്. വലുതും ചെറുതുമായിട്ട് പല തരത്തിലുള്ള ബട്ടണാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ വിത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ആ 2 ഹോള് കാണുന്ന രീതിക്ക് വയ്ക്കുക. കൈ കൊണ്ട് വീല് കറക്കി കൈ കൊണ്ട് ചെക്ക് ചെയ്യുക. കറക്റ്റ് 2 ഹോളിലാണെങ്കിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതുപോലെ 2 സൈഡിൽ നമ്മൾ അടിച്ചെടുക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബട്ടൺ ഫിക്സിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ കൈ കൊണ്ട് തയ്ക്കുന്നതിനേക്കാളും സ്ട്രോങ് ആണ്. ഇതുപോലെ കൈ വെച്ച് പിരിക്കുകയാണെങ്കിൽ നമ്മളെ കൈ തയ്യലിൻ്റെ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇതങ്ങനെയല്ല, നല്ല ഫിക്സ് ആയിട്ടിരിക്കും. അത്രയ്ക്ക് നല്ല ലോക്കാണ് കേട്ടോ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബീഡിങ് ആണ്. ബീഡിങ് എന്ന് വെച്ചാൽ സാരിയുടെയും ഷോളിൻ്റെയും വിളിമ്പ് ഉരുട്ടുന്നതാണ്. ഇതാണ് ഫുട്ട്. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ, ചെറിയൊരു ടൈം മതിയാവും സാരിയുടെ വിളിമ്പ് ഉരുട്ടാനായിട്ട്. ഓർഡിനറി മെഷീനിലൊക്കെ ആണെങ്കിൽ നമ്മൾ മടക്കിയിട്ട് ഒരുപോലെ അടിച്ചെടുക്കാൻ എന്ത് പാടുപെടും. ഇത് ഈസി ആയിട്ട് നമുക്ക് ഒരുപോലെ അടിച്ചെടുക്കാൻ സാധിക്കും. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന ഡിസൈൻ വന്നിട്ട് 6 ഡിസൈനാണ്. നമ്മളുടെ ഓർഡിനറി സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഡിസൈനാണ്. 6 ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ബ്ലാക്കാണ് കൂടുതലും ഫങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ച് ലെന്ത് ഒരു 1.5, 2 വയ്ക്കാം. മെറ്റീരിയലിൻ്റെ അടിസ്ഥാനമായിട്ടാണ് ലെന്തും വിത്തും ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ ഞാൻ 4 വിത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുമ്പൊക്കെ വെട്ടി നല്ല നിരപ്പായി, ഇതുപോലെ നിരപ്പായിരിക്കണം. അല്ലാണ്ട് പിന്നിയിരിക്കുന്ന മെറ്റീരിയലാണെങ്കിൽ നമ്മളുടെ വിളിമ്പുരുട്ടുന്ന ടൈമിൽ കുരുങ്ങി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബീഡിങ് ഫുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തുമ്പിലൊരു ഷേപ്പറോട് കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ തുണി
ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ അങ്ങ് അടിച്ചു പോകും, ഒരുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും. പിന്നീട് ബിഗിനേഴ്സിനാണെങ്കിൽ നിർത്തി നിർത്തി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ സ്പീഡിൽ അടിക്കാൻ നോക്കരുത്, പതുക്കെ പതുക്കെ നിർത്തി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് തുണി വലിച്ചു പിടിക്കരുത്. നമ്മളിവിടെ ലെന്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, തുണി വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ നീറ്റായിട്ട് കിട്ടത്തില്ല. കണ്ടായിരുന്നല്ലോ എന്ത് നീറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ഇനി ഒരു നോട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെ സൂചി പോയിൻ്റ് ചെയ്തിരിക്കുന്ന ടൈമിലോ ഈ ഡയലർ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സൂചി വീല് കറക്കി നീഡിലിനെ ടോപ്പിലോട്ട് പൊക്കി വെച്ചതിന് ശേഷം മാത്രമേ ഡയലർ അഡ്ജസ്റ്റ് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം സൂചി പൊട്ടാനും വളയാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിലും മിഷൻ്റെ റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മളുടെ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിന് വരുന്നവരേക്കും ബൈ.